അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 4 ജില്ലകളിൽ റെഡ് അലർട്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ വൈകുന്നേരം 5 മണിക്ക് കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി സൈറൺ മുഴങ്ങും. തിരുവനന്തപുരത്ത് നിന്ന് ആതിര രാധാകൃഷ്ണനും കോഴിക്കോട് നിന്ന് ലക്ഷ്മിപ്രിയയും ചേരുന്നുണ്ട്. ആദ്യം ആതിരയിലേക്കാണ്. ആതിര, സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. വീണ്ടും മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് മുന്നറിയിപ്പുള്ളത്? അമ്പിളി, സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് അതിതീവ്ര മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 24 മണിക്കൂറിൽ ഏകദേശം 204.4 മില്ലിമീറ്ററോളം മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 5 മണിയോടുകൂടി ഒരു മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങുന്ന സംവിധാനം വന്നിട്ടുള്ളത്. ഇത് ജനങ്ങൾക്കൊരു ജാഗ്രത എന്ന രീതിയിലാണ് ഈ മുന്നറിയിപ്പ് സൈറൺ മുഴക്കുക. അതേസമയം ഇന്ന് തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ അലർട്ടുമാണ്. വരും ദിവസങ്ങളിലും ശക്തമായ മഴയാണ് സംസ്ഥാനത്ത് പ്രവചിച്ചിട്ടുള്ളത്. അതേസമയം ഈ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേസമയം പൊതുജനങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ, അതായത് മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ എത്രയും പെട്ടെന്ന് മാറി താമസിക്കാനും ജാഗ്രതാ നിർദ്ദേശം അവർക്ക് നൽകിയിട്ടുണ്ട്. പകൽ തന്നെ, അതായത് രാത്രിയോളം കാത്തു നിൽക്കാതെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്നതുവരെ രാത്രി സമയങ്ങളിലാണ് ശക്തമായ മഴ ഉണ്ടാകുന്നതെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാനും മറ്റും വലിയ ബുദ്ധിമുട്ടായിരിക്കും നേരിടേണ്ടി വരിക. അതുകൊണ്ട് തന്നെ പകൽ തന്നെ എത്രയും പെട്ടെന്ന് ജനങ്ങൾ അത്തരത്തിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും മാറി താമസിക്കണമെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള പ്രദേശങ്ങളിൽ, അതായത് താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്കും ഇത്തരത്തിൽ അവിടെയുള്ളവർക്കും മാറി താമസിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറക്കാനും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുമുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം ശക്തമായ കാറ്റിനുള്ള സാധ്യതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റോടുകൂടിയുള്ള അതിശക്തമായ മഴയ്ക്കുള്ള പ്രവചനമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റുമായിട്ട് ജലാശയങ്ങളിലോ കുളിക്കാനോ പോകുന്നതിനെല്ലാം ഇപ്പോൾ മറ്റ് ആവശ്യങ്ങൾക്കൊന്നും ഇറങ്ങാൻ പാടുള്ളതല്ല എന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്കുൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിലവിൽ പോകരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്.